അപ്പൊ ഏറ്റവും കൂടുതൽ മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ മിമിക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആരായിരുന്നു? MS തൃപ്പൂണിത്തുറ ചെയ്തിരുന്നു. കാരണം ഞാൻ അത് പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടില്ല. കാരണം പുള്ളിയുടെ വോയിസിലൊക്കെയാണ് ഞാൻ ഓരോ എൻ്റെ വീടിനടുത്ത് തന്നെയാണ്. അപ്പോൾ ഈ ഡയറക്ടറെ നേരിട്ട് കാണാൻ ഒരു മാർഗ്ഗവുമില്ല. അപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ ഒരു ഹോട്ടലിലേക്ക് വിളിച്ച് ഹലോ നമസ്കാരം ഞാൻ ജയസൂര്യയാണേ എന്നാ എന്താ എനിക്കിങ്ങനെ ഡയറക്ടർ കമലിനൊന്ന് കാണാൻ പറ്റും. കമലൊന്നുമില്ല കേട്ടോ ഇടും വെച്ചോളാം. അപ്പം ഞാൻ നമുക്ക് പിന്നെ ദൈവം തന്നിട്ടുള്ള ഈ ഒരു കഴിവുള്ളൂ. ഞാൻ വിളിക്കും ഹലോ ആബാദ് പ്ലാസ അല്ലേ? അതെ സാർ. ഞാൻ MS തൃപ്പൂണിത്തുറ. പറയൂ സാർ. അപ്പം കേട്ടപ്പോഴും മനസ്സിലായി. കമലുണ്ടോ അവിടെ? കമലുണ്ട് സാർ. എനിക്ക് കൊടുക്കാം. എന്നിട്ട് നേരെ വേറെ ഒന്നും കണക്റ്റ് ഒന്നും ചെയ്യേണ്ടതേ. എൻ്റെ ഒരു പയ്യൻ അങ്ങോട്ട് വരും, ഒന്ന് കയറ്റി വിട്ടേക്കുക എന്ന് പറയും. ജയസൂര്യ എന്നാ പേര് എന്തെങ്കിലും പറയുമ്പോൾ അപ്പൊ ഫോണിൽ മാറില്ല, വോയിസ് മാറില്ല. അപ്പൊ പിന്നെ നേരെ പോയിട്ട് ജയസൂര്യാണ് MS ചേട്ടൻ വിളിച്ചത്. അപ്പൊ കൊടു സാർ 305 നേരെ അങ്ങോട്ട് വലിയ കള്ളനാന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ഞാൻ ഇന്നസെന്റ് ചേട്ടന്റെ വോയിസിലൊക്കെ ഇവനൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇന്നസെന്റ് ചേട്ടനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ ഞാനിങ്ങനെ വോയിസ് ഉപയോഗിച്ചിട്ടുണ്ട്, ആരെങ്കിലും വിളിച്ചാൽ അത് പറയില്ല. പിന്നെ വെറുതെ ഇതിനെ തെറിയേക്കണം. ഓക്കെ, അപ്പൊ അടുത്ത ഒരു ചെറിയ റൗണ്ട് ഉണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മളെല്ലാരും ഞങ്ങൾക്ക് ചോദിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള റൗണ്ടാണ് റാപ്പിഡ് ഫയർ റൗണ്ട്. റാപ്പിഡ് ഫയർ റൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം ചോദിക്കും, അതിലെ ഉത്തരം ഒരു വാക്കിലോ അല്ലെങ്കിൽ വെറുതെ പെട്ടെന്ന് പറയണം. ഓക്കെ, ഇന്നസെന്റ് ചേട്ടനോട് നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, കർത്താവ് ഒരു കുരിശാണ് ചുമക്കുന്നത്. അമ്മയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഇന്നസെന്റ് എത്ര കുരിശാണ് ചുമക്കുന്നത്? ഒരു 400 ചില്ലാനും കുരിശ് ഞാൻ ഇന്നസെന്റ് ഉൾപ്പെടെയാണോ? അതെ. ഓക്കെ, അടുത്ത ചോദ്യം. എന്നെ അടിക്കല്ലേ, ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാൻ പോവാ. സുരേഷ് ഗോപി, ഇന്നസെന്റ്, മലയാള സിനിമയിൽ നിന്നും 2 MP-മാർ. ആരാണ് കേമൻ? സുരേഷ് ഗോപി. അതെന്തുകൊണ്ടാണ് പറയുന്നത്? അയാൾക്ക് ഹൈറ്റ് ഉണ്ട്, അതന്നെ. ഞാനിപ്പോ എന്താ പറയാ? അപ്പൊ ഞാനാണ് കേമൻ എന്ന് പറഞ്ഞൂടെ? പറയണ്ടേ, ആരെങ്കിലും കേട്ടാ അല്ലെങ്കിൽ മോശമല്ലേ? അടുത്ത ചോദ്യം, പാർലമെന്റിൽ മൗന ഭാഷയാണോ ഹിന്ദി ഭാഷയാണോ കൂടുതൽ ഉപയോഗിക്കുന്നത്? ഞാൻ മലയാള ഭാഷയാണ് ഉപയോഗിക്കുന്നത്. ഹിന്ദിയിലും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് അത്യാവശ്യം ഹിന്ദി അറിയാം, അത്യാവശ്യം കർണാടക അറിയാം, അത്യാവശ്യം തമിഴ് അറിയാം. എല്ലാ ഭാഷ എൻ്റെ അപ്പൻ പണ്ട് പറയാറുണ്ട്, ഒരു ഭാഷയും അറിയില്ല, ഒന്നും അറിയില്ല, അങ്ങനെ ഓരോ സ്ഥലത്തും പോകും, കാശ് എങ്ങനെയാ കടം മേടിക്കണമെന്ന് അറിയില്ല. അതിനുള്ള ഭാഷയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഹിന്ദി സംസാരിക്കുമ്പോ ഈ മേ കർത്താവുമ്പോൾ ഹൂ എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യം? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊന്നും ഈ രാജ്യത്ത് ആവശ്യമില്ല എന്നുള്ളത് എനിക്ക് അവിടെ ചെന്നപ്പോൾ ഈ ഹുമയും ഹോയൊക്കെ ഉണ്ടല്ലോ, ഒരു കാര്യം അവിടെ ചെന്നപ്പോൾ മനസ്സിലായി ഇതുകൊണ്ടൊന്നും കാര്യമില്ല എന്നും.